ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടിപ്സ് പറഞ്ഞു തരാമേ. പലർക്കും അറിയാം, എങ്കിൽ തന്നെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി പറയുക. നമ്മൾ പലരുടെയും വീട്ടിൽ ഫലവൃക്ഷ തൈകളൊക്കെ നമ്മൾ വാങ്ങി വയ്ക്കുമല്ലേ. റംബൂട്ടാനും പേരയും ഞാവലും അങ്ങനെ ഫലവൃക്ഷ തൈകളെല്ലാം നമ്മൾ വാങ്ങി വയ്ക്കുമ്പോൾ അത് നല്ലതായിട്ട് പൊക്കത്തിലല്ലാതെ താന്ന് നിന്ന് കായ്ക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കണ്ട, ഇതൊരു 1.5 മാസം മുന്നേ ഇതിനകത്തൊരു 11 പേരയ്ക്ക പിടിച്ചായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ടഭാഗം കണ്ടോ, കട്ട് ചെയ്ത് കൊടുത്തു. ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഉണക്ക സമയത്തല്ല, മഴയും വെയിലും ഒക്കെ ഉള്ളൊരു സമയമുണ്ടല്ലോ, ആ സമയം നോക്കി ഇതേപോലെ നമ്മൾ ഉണ്ടോ നല്ല നല്ല ശിഖരങ്ങൾ നോക്കി നമ്മളെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പൊട്ടിക്കിളിക്കാൻ മാത്രമല്ല, ഇപ്പോൾ 1.5 മാസം ആയതേ ഉള്ളൂ നമുക്കിതിനകത്തുനിന്ന് നല്ല വലിയ പേരയ്ക്ക, അതായത് 1/2 കിലോയോളം വലുപ്പം ഉണ്ടായിരുന്ന ആ പേരയ്ക്കയ്ക്ക് അങ്ങനെ പേരയ്ക്ക കിട്ടിയതാ. ഇപ്പം നിറയും പൂത്ത് കായ്ച്ചു തുടങ്ങി. മാത്രമല്ല ഇഷ്ടംപോലെ പൂത്ത് കായ്ക്കുന്നുണ്ട്. ശരിക്കും ബ്രാഞ്ച് വരും കേട്ടോ, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ കുറേ ബ്രാഞ്ചസ് വരും. അപ്പോൾ അതെല്ലാം പൂത്ത് കായ്ക്കുകയും ചെയ്യും. അത് പേര എന്നല്ല, ഫലവൃക്ഷത്തെ ഏതാണെങ്കിലും ശരി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ നിന്ന് തന്നെ ശരിക്കും ശിഖരങ്ങളുണ്ടായി നമുക്ക് തറയിൽ നിന്നല്ല ഇത് പിച്ചിയെടുക്കാൻ സാധിക്കും. കണ്ടോ, പുതിയ പൂവും മുട്ടുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.